ഗുഡ് മോർണിംഗ് ടു എവറിബഡി. നോ ഡോക്ടർ ധർമ്മരാജ് ആണ്, യൂറോ ആൻഡ്രോളജിസ്റ്റ്, സെബൈൻ ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ദി യൂറോ ആൻഡ്രോളജി ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ ആണ്. സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ മെയിൽക്കും ഉണ്ട്, ഫീമെയിൽക്കും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ കോമൺ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ പറയുമ്പോൾ നമ്മൾക്ക് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണ്. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ചില കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം ആയിട്ട് ബന്ധപ്പെടാൻ സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അങ്ങനെ അത് അൺകൺസുമേറ്റഡ് മാരേജ് എന്ന് പറയും. അത് ജെൻസിക്ക് വരുമ്പോൾ അത് ബലം കിട്ടാത്തത് കൊണ്ട്, നമ്മൾ ബലം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു നാണക്കേടായിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ സ്ഥിരമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വന്ന് കഴിഞ്ഞ ശേഷം ഹാർമോൺ ടെസ്റ്റ് നടത്തും. ആവശ്യമുണ്ടെങ്കിൽ ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യും, ഷുഗർ ചെക്ക് ചെയ്യും, പിന്നെ നമ്മൾ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യും. നമ്മൾ കറക്റ്റ് ചെയ്യാനുള്ള രീതിയിലുണ്ടെങ്കിൽ എല്ലാം കറക്റ്റ് ചെയ്യും. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് നിർത്താൻ പറയും. പിന്നെ മെഡിസിൻസ് കൊണ്ട് ഏകദേശം ഇറക്ടൈൽ ഡിസ്ഫങ്ഷന് ബലം ഇല്ലാത്തത് ആൾക്ക് നമ്മൾ 50 to 70% മെഡിസിൻ കൊണ്ട് മാത്രമേ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ചില ആൾക്ക് മെഡിസിൻ കൂട്ടി കൊടുത്താൽ 90% ആൾ ഏകദേശം റെഡിയാകും. പിന്നെ ആ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില ആൾക്ക് എത്ര മെഡിസിൻസ് കൊടുത്താലും റെഡിയാവുന്നില്ല. അങ്ങനത്തെ ചില ആൾക്ക് മെഡിസിൻ കളിക്കുമ്പോൾ കൂടുതൽ നടുവേദന ഇടവേദന വരെ സാധ്യതയുണ്ട്. ഇങ്ങനെ മെഡിസിൻ ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. മെഡിസിൻ എടുത്തിട്ട് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ പീനൈൽ ഇംപ്ലാന്റ് എന്ന് പറയും. പീനൈൽ ഇംപ്ലാന്റിന് അകത്ത് സാധനം വെക്കുന്നതാണ്, ലിംഗത്തിനകത്ത് സാധനം വെച്ചിട്ട് ബലം കൂട്ടി കൊടുക്കാനുള്ള പ്രൊസീജിയറാണ്. ഇങ്ങനെ സർജറി ചെയ്യുമ്പോൾ 100% ബന്ധപ്പെടാൻ പറ്റും. വേറൊന്നും ബുദ്ധിമുട്ടില്ല. അത് കളിച്ചിട്ട് മെഡിസിൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൂടുതലുള്ളത് ഷുഗർ പേഷ്യൻ്റ് ആണ് ഉണ്ടെങ്കിൽ, കൂടുതൽ സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ, BP ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ പ്രോബ്ലം വരാറുണ്ട്. അതില്ലാണ്ട് മറ്റൊരു രീതിയിൽ മാനസികമായിട്ട് ഏത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അത് കൗൺസിലിംഗ് കൊടുത്തിട്ട് അതുവഴി എല്ലാം റെഡിയാക്കി തരും. നെക്സ്റ്റ് ഫീമെയിൽ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ കോമൺ ആയിട്ട് നോക്കുമ്പോൾ വെജൈനിസ്മസ് ആണ്. വെജൈനിസ്മസ് എന്ന് പറഞ്ഞാൽ കുറേ കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം ആയിട്ട് ബന്ധമിടാണ്ട് ഇരിക്കും. അതിലെന്താണ് അവർക്ക് ഒരു നമ്മൾ സെക്ഷുവൽ കോൺടാക്റ്റ് മെയിൽസ് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫീമെയിൽസ്ക്ക് വെജൈന അടുത്ത് വേദന ഉണ്ടാകും. കാല് ക്ലോസ് ആയിട്ട് ടൈറ്റായിട്ട് പിടിക്കും. അത് അവർക്ക് ടൈറ്റ് വെജൈന ഉണ്ടാകും. അപ്പോൾ പെനിട്രേഷൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഉള്ള ആൾക്ക് ചില സർജിക്കൽ പ്രൊസീജിയർ, മിനിമം സർജിക്കൽ പ്രൊസീജിയർ ഉണ്ട്. പിന്നെ ഏകദേശം ഒരു 1.5 മാസം എല്ലാം കഴിയുമ്പോൾ ബന്ധപ്പെടാൻ പറ്റും. ഒന്നും പ്രോബ്ലം ഉണ്ടാവരില്ല. വേഗം കുട്ടിയുള്ള ചാൻസ് ഉണ്ട്. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല.